നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത ഇഡി തെളിവുണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാത്തത് എന്ത്? ഒരു മാസത്തിലധികമായി കേരളം ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണിത്. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ അടുത്തിടെയാണ് ഇഡി കേസെടുത്തത് എങ്കിലും ഇത് സംബന്ധിച്ച പ്രാഥമിക വിവരശേഖരണം 3 കൊല്ലം മുമ്പ് തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് അന്വേഷണത്തിന് രണ്ടാം ഘട്ടം ഇഡി തുടങ്ങിയത്. ഒന്നാം ഘട്ടം 2021 ഇഡി തുടങ്ങിയപ്പോഴേ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പെട്ടെന്ന് തന്നെ CMRL-ഉം വീണയും എക്സാലോജി കമ്പനിയും തുടങ്ങിയിരുന്നു. CMRL-ന്റെ 2016 മുതൽ 2019 വരെയുള്ള കണക്കുകൾ ആദായ നികുതി വകുപ്പ് കൊച്ചി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് പരിശോധിച്ചപ്പോഴാണ് 135.54 കോടിയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത്. ഇതോടെയാണ് ഇഡി പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് മറ്റൊരു അന്വേഷണവും തുടങ്ങിയിരുന്നു. CMRL-ലുമായി ഇടപാട് നടത്തിയ കമ്പനികളുടെ വിവരം ശേഖരിക്കുകയായിരുന്നു അത്. അങ്ങനെയാണ് എക്സാലോജിക്കിന്റെ ഉടമയായ വീണ വിജയന്റെ മൊഴിയെടുക്കുന്നത്. ആദായ നികുതി വകുപ്പ് റിപ്പോർട്ട് വന്നതോടെ വീണ സ്വല്പം ഭയന്നെന്ന് വേണം കരുതാൻ. അതുകൊണ്ടായിരിക്കാം കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ വീണ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത്. കർണാടകയിൽ പോയി കമ്പനി തുടങ്ങിയതിലും ദുരൂഹതയുണ്ടെന്നാണ് BJP ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പോലും കമ്പനി തുടങ്ങാൻ പറ്റാത്ത വ്യവസായ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നും അവർ പലതവണ പറഞ്ഞു. 2022 നവംബറിൽ എക്സാലോജിക്കിന്റെ പ്രവർത്തനം മരവിപ്പിച്ചു. ഈ കമ്പനിക്ക് 78 ലക്ഷം രൂപ വായ്പ നൽകിയ എംപവർ ഇന്ത്യ എന്ന കമ്പനിയും ഇതേ സമയത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. CMRL-ന്റെ ഉടമ ശശിധരൻ കർത്തായ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയാണ് എംപവർ ഇന്ത്യ എന്നതും ശ്രദ്ധേയം. 2016 വരെ നഷ്ടത്തിലായിരുന്ന എക്സാലോജി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടെയാണ് വലിയ നേട്ടത്തിലേക്ക് കുതിച്ചത്. ഇതെന്ത് മാജിക്കാണെന്ന് സ്വാഭാവികമായും ആർക്കും സംശയം തോന്നാം. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിനെതിരെ CMRL ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു. അതാണ് വീണയും പിണറായി വിജയനും ഇന്ന് അനുഭവിക്കുന്ന നാണക്കേടിന് വഴിവെച്ചത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വിഷയം പരിഗണിച്ചതോടെ ഇഡി അന്വേഷണം തൽക്കാലത്തേക്ക് നിർത്തി. ബോർഡ് ഉത്തരവ് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ച കർത്തായ്ക്കും വീണയ്ക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അതുവരെ എക്സാലോജിക്കിനെതിരായ അന്വേഷണം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും CPM മറച്ചുവെച്ചു. 2020-ലാണ് വീണയുടെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടങ്ങിയത്. ഇതിനോടനുബന്ധിച്ച് 2020 ജൂൺ 16-ന് കമ്പനി രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം പാളയത്തെ AKG സെന്ററിൽ കത്തയച്ചിരുന്നു. എന്നാൽ കത്താരും സ്വീകരിക്കാത്തതിനെ തുടർന്ന് മടങ്ങിയെന്ന രേഖ പുറത്തുവന്നു. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിക്ക് കേന്ദ്ര ഏജൻസികൾ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ROC-യുടെ കത്ത് മറ്റു കാര്യങ്ങളും സംബന്ധിച്ച നിർണായക വിവരങ്ങളുണ്ടായിരുന്നു. കത്ത് മടങ്ങി വന്നതോടെ ROC ഡയറക്ടറായ വീണ തായ്ക്കണ്ടിക്ക് ഇമെയിൽ അയച്ചു. എക്സാലോജിക്കിനെതിരെ പരാതി കിട്ടിയിട്ടുണ്ടെന്നും നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നും അതിൽ അറിയിച്ചിരുന്നു. ഇതിന് വ്യക്തമായ മറുപടി നൽകിയില്ല. മെയിലുകളിലെ വിവരങ്ങൾ ഹൈക്കോടതി വിധിയുടെ 15-ാം പേജിലുണ്ടായിരുന്നു. കൃത്യമായി മറുപടി നൽകാത്തതിനെ തുടർന്ന് തങ്ങളെ അറിയിക്കാതെ കമ്പനി വിലാസം മാറ്റിയത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ROC എക്സാലോജിക്കിന് 1 ലക്ഷം രൂപ പിഴ ചുമത്തി. പിഴ ഈടാക്കുന്നതിന് മുമ്പ് ROC വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കോവിഡിനെ തുടർന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്ന കാലത്താണ് AKG സെന്റർ വിലാസം നൽകിയതെന്നായിരുന്നു വിശദീകരണം. അത് അംഗീകരിക്കാതെയാണ് കമ്പനിക്ക് പിഴ ചുമത്തിയെങ്കിലും 20,000 കുറച്ചു കൊടുത്തിരുന്നു. പിഴ ഈടാക്കിയെങ്കിലും എക്സാലോജിക്കിന്റെ ഇടപാട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അതനുസരിച്ച് തങ്ങൾ 2021 ജനുവരി 29-ന് അന്വേഷണം ആരംഭിച്ചെന്ന് ROC വീണയെ ഇമെയിൽ മുഖാന്തരം അറിയിച്ചിരുന്നു. CMRL-ലുമായുള്ള കരാർ നൽകാത്ത സേവനത്തിന് കിട്ടിയ തുകയെ സംബന്ധിച്ച അന്വേഷണത്തിന്റെ കാര്യമാണ് അറിയിപ്പിലുണ്ടായിരുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണയ്ക്കും എക്സാലോജിക്കിനും എതിരായ പരിശോധനകളും അന്വേഷണങ്ങളും തുടങ്ങിയിരുന്നുവെന്നാണ് ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നും ഹർജി ഫയലിൽ സ്വീകരിക്കേണ്ടെന്നും ജസ്റ്റിസ് R നാഗപ്രസന്ന തീരുമാനിച്ചത്. അന്വേഷണം തുടങ്ങിയ സമയത്താണ് അന്തരിച്ച കോൺഗ്രസ് MLA PT തോമസ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ അതിനെതിരെ പിണറായി വിജയൻ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീണ കർണാടക ഹൈക്കോടതിയിൽ പോയി വടി കൊടുത്ത് അടി വാങ്ങുകയായിരുന്നു. അന്വേഷണ ഏജൻസികൾക്ക് കയ്യിലുള്ള വിവരങ്ങൾ നൽകി അവരോട് സഹകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വിവരങ്ങൾ പുറത്തു വരില്ലായിരുന്നു. അങ്ങനെയെല്ലാം കൊണ്ടും ശനിദശ പിടിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി നിർത്തിവെച്ച അന്വേഷണം ഇഡി 2 ആഴ്ച മുമ്പ് വീണ്ടും തുടങ്ങിയത്. അതിലെ രേഖകൾ വീണയ്ക്ക് പോലും നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ചുമത്തിയാണ് കേസെടുത്തത്. അതിനാൽ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അറസ്റ്റ് ചെയ്താൽ തങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് BJP പരിശോധിച്ചു. ശബരിമല സമയത്തിന്റെ അത്ര തീവ്രത വീണയ്ക്കെതിരായ കേസിനില്ല. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ BJP പോലീസിനെ തല്ലും അടിയും തൊഴിയും കൊണ്ട് സമരം ചെയ്തെങ്കിലും അതിന്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. 20-ൽ 19 സീറ്റും 2019-ൽ UDF തൂത്തുവാരി. BJPക്ക് വട്ടപ്പൂജ. വീണയെ അറസ്റ്റ് ചെയ്താൽ കോൺഗ്രസിന് സീറ്റ് കൂടുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ലെന്ന ശങ്കയിലാണ് BJP. അതുകൊണ്ട് വീണയ്ക്കും പിണറായിക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.